ഞാൻ ബി.ജെ.പിയുടെ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ. ഞാൻ ഇന്ന് ഒരു സുപ്രധാനമായ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വളരെ വിവാദപരമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന FCRA എന്താണ് എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് FCRAക്കെതിരായിട്ടുള്ള വിവാദങ്ങളും സംവാദങ്ങളും ഒഴുക്കുകയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ എന്താണ് FCRA എന്നും FCRAയുമായി ബന്ധപ്പെട്ട ഈ വാദപ്രതിവാദങ്ങളുടെ അടിസ്ഥാനം എന്താണ് എന്നും കൃത്യമായി നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പൊതുവെ അറിയാവുന്നതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കുള്ളിലേക്ക് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിന് ഇവിടെ പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കും സന്നദ്ധ സംഘടനകൾക്കും ബാധകമായ ഒരു നിയമമാണ് FCRA എന്നെല്ലാവർക്കും അറിയാം. 1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന ഈ നിയമം കാലാകാലങ്ങളിൽ നിരവധി തവണ പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം ഇപ്പോൾ ഏറ്റവും പുതിയ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി FCRAയുടെ പരിഷ്കരണ ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ട്. ഇതിനൊരു കാരണവും കൂടിയുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് FCRA നിയമങ്ങൾ പരിഷ്കരിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുകയും ആ ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനൊരു വിവാദപരമായിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാര് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ ചിലരെങ്കിലും നടത്തുകയുണ്ടായി. അതേ തുടർന്ന് ഇതൊരു രാഷ്ട്രീയ വിഷയമാവുകയും കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ഇത് തെരഞ്ഞെടുപ്പ് വേദിയിൽ സജീവമായി അവതരിപ്പിക്കുകയും ചെയ്തു. പൊതുവെ കേട്ടാൽ ഇത് ക്രൈസ്തവർക്ക് എതിരായിട്ടുള്ള എന്തോ ഒരു വലിയ ഗൂഢാലോചനയാണ് എന്നാണ് തോന്നുക. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഫണ്ട് കൊണ്ടുവരുന്ന സംഘടനകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും അതിലെല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്, അതിൽ ക്രൈസ്തവരും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ ക്രൈസ്തവർ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ കേവലം 2.5% മാത്രമേ ഉള്ളൂ. 2% മാത്രം വരുന്ന ക്രൈസ്തവർക്ക് മാത്രമല്ല FCRA നിയമം ബാധകമാവുക. ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മറ്റ് മതവിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, സിഖുകാർ, ബൗദ്ധർ, ജൈനർ, പാഴ്സികൾ ഇവർക്കെല്ലാം ഈ നിയമം ബാധകമാണ്. ഇവർക്കെല്ലാം FCRA അക്കൗണ്ടുകളും ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പണം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി ആർക്കും പരാതിയില്ലാത്ത ഒരു വിഷയത്തിൽ ചിലർ മാത്രം പ്രതികരിക്കുന്നതും ഇത് മതപരമായിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ തുടക്കമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിലും സത്യമുണ്ടോ എന്ന് ആർക്ക് പരിശോധിക്കേണ്ടതുമാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് പരിഷ്കാരങ്ങളൊക്കെ വരുന്ന സമയത്ത് പൊതുവെ കാണാറുള്ളത് ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ് അതിനെതിരെ രൂപപ്പെട്ടു വരിക എന്നുള്ളതാണ്. ഇപ്പൊ CAA വന്ന കാലത്താണെങ്കിലും GST വന്ന സമയത്താണെങ്കിലും കാശ്മീരിന്റെ പദവി 370 വകുപ്പ് എടുത്തു കളയുമ്പോഴാണെങ്കിലും മുത്തലാഖ് നടപ്പിലാക്കുമ്പോഴാണെങ്കിലും എന്ന് തുടങ്ങി ഡിജിറ്റലൈസേഷന്റെ മേഖലയിലും എല്ലാം തന്നെ ശക്തമായ എതിർപ്പുണ്ടായി. എന്നാൽ ഈ എതിർപ്പൊക്കെ പിന്നീട് കെട്ടടങ്ങുകയും അതിലൊന്നും കാര്യമില്ല എന്ന് ഏവരും സമ്മതിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ സമീപകാല ചരിത്രമാണ്. ആ സാഹചര്യത്തിൽ ഈ FCRAയുമായി ബന്ധപ്പെട്ട ഈ വാദങ്ങളും കൃത്യമായി എല്ലാവരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടുകൂടി അസ്തമിക്കും എന്ന് തന്നെ കരുതാം. ഞാനിവിടെ FCRAയുമായി ബന്ധപ്പെട്ട ചില ഹിന്ദു സംഘടനകളുടെ ഒരു ചെറിയ ലിസ്റ്റ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് FCRAയുടെ മേഖല എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ആനന്ദമാർഗികൾ എന്ന് പറയുന്ന ഒരു ഹിന്ദു സംഘടന 180 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് 180 രാജ്യങ്ങൾ, ഹരേ കൃഷ്ണ പ്രസ്ഥാനം 150 രാജ്യങ്ങൾ, ഷിർദി സായി 130 രാജ്യങ്ങൾ, സത്യസായി 120 രാജ്യങ്ങൾ, RSS 86 രാജ്യങ്ങൾ, സ്വാമിനാരായൺ പ്രസ്ഥാനം 55 രാജ്യങ്ങൾ, ബ്രഹ്മകുമാരീസ് 147 രാജ്യങ്ങൾ, മാതാ അമൃതാനന്ദമയി 197 രാജ്യങ്ങൾ, വിശ്വ ഹിന്ദു പരിഷത്ത് 55 രാജ്യങ്ങൾ, രാമകൃഷ്ണ മിഷൻ 24 രാജ്യങ്ങൾ, ഓഷോ രജനീഷ് 80 രാജ്യങ്ങൾ, കോയമ്പത്തൂരിലെ സദ്ഗുരു 39 രാജ്യങ്ങൾ, സ്വാമി വിഷ്ണുദേവാനന്ദ 70 രാജ്യങ്ങൾ, ചിന്മയ മിഷൻ 20 രാജ്യങ്ങൾ, ആര്യസമാജം 15 രാജ്യങ്ങൾ, ബാബ രാംദേവ്
15 രാജ്യങ്ങൾ, ശങ്കരാചാര്യരുടെ ആശ്രമങ്ങൾ 20 രാജ്യങ്ങൾ, അരവിന്ദ സൊസൈറ്റി 10 രാജ്യങ്ങൾ, ഇതെല്ലാം ഹിന്ദു സംഘടനകളാണ്. ഇവർക്കെല്ലാം FCRA അക്കൗണ്ടുകളുണ്ട്. ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ പണം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവരാരും ഒരു പരാതിയും ഒരു ആശങ്കയും പ്രകടിപ്പിച്ചിട്ടില്ല. ഇതിലേറെ മുസ്ലിം മത സംഘടനകൾ ഇന്ത്യയിലേക്ക് പണം അയക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന്. അവർക്കൊക്കെ FCRA അക്കൗണ്ട് ഉണ്ട്. അവരാരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ല. സിഖുകാർ വളരെ വ്യാപകമായിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി വിദേശ രാജ്യങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് ധാരാളം FCRA അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നു. അവർക്കും ആശങ്കയില്ല. ബുദ്ധമതക്കാർക്കും ജൈനമതക്കാർക്കും പാഴ്സി മതക്കാർക്കും ഒക്കെ FCRA അക്കൗണ്ടുകളുണ്ട്. അവരൊക്കെ തന്നെ ഇന്ത്യക്ക് അകത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് അയക്കുന്നുമുണ്ട്. അവർക്ക് ആർക്കും പരാതിയില്ല. പിന്നെ എന്തുകൊണ്ട് ചിലർക്ക് മാത്രം പരാതി എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക. ഇതിന്റെ ഏറ്റവും വലിയ നിയമ നടപടികൾ നേരിടുന്ന ചില സ്ഥാപനങ്ങളെ നോക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട പല കേസുകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. FCRAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ FCRA ഫണ്ട് ദുരുപയോഗം ചെയ്ത ഒന്നിലധികം നിയമലംഘനങ്ങളുടെ പേരിൽ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ വിദേശ ഫണ്ട് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന കേസ് നേരിടുകയാണ്. രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് FCRA ഫണ്ടിന്റെ നിയമലംഘനം വകമാറ്റി എന്നുള്ളതിന്റെ പേരിലുള്ള കേസ് നിലനിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ചില സംഘടനകൾ ഈ രംഗത്ത് നിയമ നടപടി നേരിടുകയും ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പാർട്ടി മറ്റു പലരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പുതിയ സമരമുഖം ഈ ഇലക്ഷൻ സമയത്ത് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ആമുഖമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സ്വതന്ത്രമായി ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ അന്വേഷിക്കാൻ പറ്റും. FCRAയുടെ വെബ്സൈറ്റിൽ പോയാൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് സംസ്ഥാനം തിരിച്ച് ജില്ല തിരിച്ച് കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്കുള്ള ഒരു അഭ്യർത്ഥന, എന്താണ് FCRA എന്ന് പഠിക്കുക, ഏതൊക്കെ സംഘടനകളാണ് ഈ കാര്യത്തിൽ വിദേശത്ത് നിന്ന് ഫണ്ട് കൊണ്ടുവരുന്നത് എന്ന് പഠിക്കുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓൺലൈൻ വഴിയും അതേപോലെ തന്നെ സർക്കാരിൻ്റെതായിട്ടുള്ള വെബ്സൈറ്റുകളും FCRA വെബ്സൈറ്റുകൾ വഴിയും ലഭ്യമാണ്. ഏത് ഭാഷയിലും നമുക്കിത് ലഭ്യമാണ്. അതുകൊണ്ട് ഈ വിഷയം എല്ലാവരും കൂടുതൽ പഠിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിലവിൽ FCRAക്കെതിരെ ഇപ്പോൾ ആക്ഷേപം ഉന്നയിച്ചിട്ട് ക്രിസ്ത്യൻ സംഘടനകൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും, പിന്നെ അല്ലാതെ രാഷ്ട്രീയക്കാരും ഞങ്ങളുടെ ഫണ്ടിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ക്രിസ്ത്യൻ സംഘടനകളാണ് ഞങ്ങളെ ബാധിക്കും, ഇത് ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു. കേരളത്തിൽ തന്നെ ചില മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആയുധമാക്കുന്നു എന്ന് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അത് ശ്രദ്ധയിൽപ്പെടാൻ മാത്രം സമരരംഗത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു സമരമുഖം ഒന്നും തുറന്നിട്ടുമില്ല. FCRAയുടെ അനുവാദം കൊടുക്കുന്നതും പിൻവലിക്കുന്നതുമെല്ലാം കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിലൂടെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയെല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ SB അക്കൗണ്ട് വഴി സെൻട്രൽ ഡൽഹിയിലെ അക്കൗണ്ട്സ് വഴിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുകയും ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് കൊടുക്കാനും പിൻവലിക്കാനുള്ള അവകാശമുള്ളതും എത്ര എമൗണ്ട് വരുന്നുണ്ട്, എത്ര ചെലവാക്കുന്നുണ്ട് എന്ന് കർശനമായ കാര്യങ്ങളുള്ളപ്പം പിന്നെ ഇങ്ങനെ ഒരു ബില്ലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഇങ്ങനെയുള്ള ഏതൊരു കാര്യവും ഇന്ത്യയിലെ നിയമങ്ങൾക്ക് വിധേയമാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം, നിയമപരമായിട്ട് ഉള്ള വിശദ വിവരങ്ങൾ തേടാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു നിയമനിർമ്മാണം വേണം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു നടപടി കൊണ്ടോ ചെയ്യാവുന്ന കാര്യമല്ല ഇത്. അതുകൊണ്ട് ഇതിന് നിയമനിർമ്മാണം ആവശ്യമാണ്. അതുകൊണ്ടാണ് 1976 ഇന്ദിരാഗാന്ധി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉള്ള നിയമങ്ങളാണ്. ഓരോ രാജ്യങ്ങൾക്കും ഓരോരുടെ നിയമങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഈ നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം മണിപ്പൂർ കലാപം ഇന്ന് അന്വേഷിക്കുമ്പോൾ എത്തി നിൽക്കുന്നത് FCRA ഫണ്ടിങ് കൊണ്ടുണ്ടാക്കുന്ന കലാപമാണ് എന്നാണ്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ അറസ്റ്റുകൾ നടക്കുകയും ചെയ്തു. ഡൽഹിയിൽ നടന്ന കർഷക സമരം
അരവിന്ദ് കെജ്രിവാളിനെ, രണ്ടാം കർഷക സമരം, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് 10 മണിക്കൂറിനുള്ളിൽ ആവിയായി പോയി. ആരും അറിഞ്ഞില്ല, സ്വിച്ച് ഇട്ട പോലെ നിന്നുപോയി. FCRA ഫണ്ടിങ് കൊണ്ട് നടത്തിയതാണ് കർഷക കലാപം. FCRA ഫണ്ടിങ് കൊണ്ട് നടക്കുന്നതാണ് മണിപ്പൂർ കലാപം. ഈ FCRAയുടെ നിയമങ്ങൾ കർശനമായതോടുകൂടി ഇന്ത്യയിലെ ഭീകരപ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ബോംബ് സ്ഫോടനങ്ങളും 76% കുറഞ്ഞു. ഭീകര ആക്രമണത്തെ തുടർന്നുള്ള മരണങ്ങൾ 90% കുറഞ്ഞു. പിടിച്ചത് FCRAയിലാണ്. അപ്പോൾ FCRA നിയമം കർശനമായതോടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ കടിഞ്ഞാണിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യക്കകത്ത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്തരം അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകളോടെ വളരെയേറെ 22,000-നടുത്ത് FCRA അക്കൗണ്ടുകൾ നിയമപരമായി നോട്ടീസ് കൊടുത്ത് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ വിശദീകരണം കൊടുക്കാനില്ലാതെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 22,000 അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതിന്റെ പിന്നിൽ ആരാണ്, എന്താണ് എന്നത് അത്രമാത്രം ഗുരുതരമായ, രാജ്യരക്ഷയെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് ഇതിൽ കാലാനുസൃതമായ നിയമപരിഷ്കരണങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.